അങ്ങനെ ഞാൻ ഫൈനലി നോക്ക് പള്ളി വിസിറ്റ് ചെയ്തു. അയർലൻഡിൽ വന്ന കാലം തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ നോക്ക് ചേർച്ച് ഒന്ന് കാണണം എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഈ 2 വർഷമായിട്ട് നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ജോക്കുവിൻ്റെ മമ്മയുടെയും അപ്പയുടെയും കൂടെ ഈ ഒരു ചേർച്ച് വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത്. ഞാൻ വിശ്വസിച്ച് പോകുന്നൊരു ബിലീഫുണ്ട്. അതായത് സം ഡെസ്റ്റിനേഷൻസ് ആർ ഡിസൈൻഡ് ടു ബി എക്സ്പീരിയൻസ്ഡ് വിത്ത് റൈറ്റ് പീപ്പിൾ എന്ന്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് ചില ഓർമ്മകളൊക്കെ വളരെ സ്പെഷ്യലായിട്ട് മാറും. അങ്ങനെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് മാറിയ ഒരു മെമ്മറബിൾ ഡേ ആണിത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങി. ഒരു 4 hours ജേർണി ഉണ്ടായിരുന്നു. ഞാനും ജോക്കും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്തത്. ഞങ്ങൾ വരുന്ന വഴിയിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ഈ നോക്ക് ഷ്രൈൻ കോംപ്ലക്സിലുള്ള ബാസിലിക്ക ഓഫ് അവർ ലേഡി ക്വീൻ ഓഫ് അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റർ പീസായിട്ടുള്ള ചേർച്ചിലായിരുന്നു. അതായത് ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നത് നോക്ക് ഷ്രൈൻ കോംപ്ലക്സ് എന്നാണ്. അവിടെ ചേർച്ചുകളും മ്യൂസിയവും ഗാർഡനും ഒക്കെ കമ്പൈൻഡ് ആയിട്ട് ഉണ്ട്. അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ചേർച്ചാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയം 10,000 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചേർച്ചാണ്. അവിടെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മുടെ പ്രധാന ഇടത്തിലേക്കാണ് പോയത്. അതായത് ആപ്പറിഷൻ ചാപ്പലിലേക്ക്. അവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ പോകുമ്പോൾ ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടിയും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് പ്രാർത്ഥിച്ചു പോകും. ഞങ്ങൾ അവിടെയും കുറേ നേരം ഇരുന്നിട്ടാണ് ഇറങ്ങിയത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ കുറച്ച് സൊവനിയേഴ്സൊക്കെ വാങ്ങിക്കാനുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പിലേക്കായിരുന്നു. ഇവിടെ ഒരുപാട് തരം ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു നോക്ക് പള്ളിയുടെ ഓർമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ഗിഫ്റ്റുകൾ. ഞാനും അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾ വാങ്ങിയിട്ട് ഇറങ്ങി. വീണ്ടും ആദ്യം പോയ ആ ചേർച്ചിലേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ ചാപ്പലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഒരു പ്രത്യേക കല്ല് കാണുന്നത്. ആ കല്ല് പണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്ന ആ ഒരു ഭിത്തിയിലെ കല്ലുകളായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ കേട്ടതാണ്. ബാക്കി ഉണ്ടായിരുന്ന ആ ഭിത്തിയുടെ ഭാഗങ്ങളൊക്കെ ഓരോ പിൽഗ്രിംസ് വന്നിട്ട് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ റിമൈനിങ് വന്ന കല്ലാണിപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് റിയലായിട്ട് ആ കല്ലിൽ അങ്ങനെ തൊടാനൊക്കെ പറ്റും. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.